മോഹൻലാലിന് 64 വയസ്സായി. മലയാളത്തിൻ്റെ മഹാനടൻ എന്ന് മോഹൻലാലിനെ മാത്രം വിശേഷിപ്പിച്ചാൽ അത് മറ്റുള്ളവരോട് ചെയ്യുന്ന ഒരു അന്യായമാകും. മഹാനടന്മാരിൽ ഒരാൾ, അസാമാന്യ റേഞ്ചുള്ള ഒരു നടൻ. ഏത് കഥാപാത്രത്തെയും മറ്റ് നടന്മാർക്കൊക്കെ ഒരു ലിമിറ്റേഷനുണ്ടാകും. ഇതുവരെയൊക്കെ ചെയ്യാം, അതിനപ്പുറത്ത് പോകാൻ പറ്റില്ല. ഇടതുവശത്തും ഇത്രേ പോകാൻ പറ്റുള്ളൂ. അതിന് ലിമിറ്റേഷൻസ് ഉള്ള നടന്മാരുണ്ട്. ഫൈൻ, ഒന്നാം തരം നടന്മാരാണ്. പക്ഷേ പരിമിതികളുണ്ട്. പരിമിതികളില്ലാത്ത ഒരു നടനാണ് മോഹൻലാൽ എന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാണോ? ശരിയാണ്. കാരണം മോഹൻലാൽ ചെയ്തിരിക്കുന്ന വേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തം ഈ പല പല വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ. ഒരു പോലീസ് ഇൻസ്പെക്ടറാണെങ്കിലും അധോലോക നായകനാണെങ്കിലും കള്ളനാണെങ്കിലും ഒരു സാധാരണ വേഷത്തിൽ വരുന്ന സാധാരണക്കാരൻ അങ്ങനെ വരുന്ന, ഇപ്പോൾ കിരീടത്തിലെയൊക്കെ വേഷമുണ്ടല്ലോ അതുപോലത്തെ അങ്ങനത്തെ വേഷങ്ങളിൽ വരുന്ന ആൾ, പിന്നെ എക്സിക്യൂട്ടീവായിട്ട് വരുന്ന, ഡോക്ടറായിട്ട് വരുന്നത്. ഇനി മലയാള സിനിമയിൽ ആരും തന്നെ കൈവയ്ക്കാത്തൊരു സാധനമുണ്ട്. പുള്ളി കോണൊക്കെ കൊടുത്തുകൊണ്ട് അഭിനയിക്കുന്നൊരു പടമുണ്ട്, ഉയരം ഞാൻ നാടാകെ എന്ന് പറഞ്ഞാൽ ചന്ദ്രകുമാർ ചെയ്തൊരു പടത്തിൽ കൗവീനധാരിയായിട്ടാണ് പുള്ളി വരുന്നത്. അതിനും പുള്ളിക്ക് ഒരു മടിയില്ല, നല്ല രസമായിട്ട് ചെയ്തിരുന്ന അത്രയൊക്കെ ഒരു തൻ്റെ ഇടത്തോടു കൂടി ആ കഥാപാത്രത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ റെഡിയായിട്ട് വരുന്നൊരു വിഷയമാണ്. ആ കഥാപാത്രം പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പുള്ളി അത് ശരിക്കും ഉൾക്കൊള്ളും. അതായിരുന്നു മോഹൻലാലിൻ്റെ സവിശേഷത എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഒന്നുകൂടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മലയാള നടന്മാരിൽ ഒരുപാട് പേർ വളരെ നല്ല ഗായകരും കൂടെയാണ്. അവർ പിന്നണി ഗായകൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ സിദ്ദിഖ്, സുരേഷ് ഗോപി പാടും, നന്നായിട്ട് പാടും. അശോകൻ പാടും, ജഗദീഷ് പാടും. പക്ഷേ ശാസ്ത്രീയമായിട്ട് നൃത്തം ചെയ്യുന്ന ഒരാൾ മോഹൻലാലിനെ ഞാൻ കണ്ടിട്ടുള്ളൂ. സാധാരണഗതിയിൽ ഈ ദേഹം കുലുക്കി ഒരു കൊറിയോഗ്രഫി നന്നായിട്ട് ഉണ്ടെങ്കിൽ ഡാൻസ് ചെയ്യും, ജയറാമൊക്കെ ഡാൻസ് ചെയ്യും. ബട്ട് ഈ കമലദളം എന്ന സിനിമയിൽ മോഹൻലാൽ ചെയ്യുന്ന നൃത്തം, ഡാൻസ് എന്ന് പറഞ്ഞിങ്ങനെ അത് മമ്മൂട്ടി വരെ വളരെ ബുദ്ധിമുട്ടി അല്പം ഡാൻസൊക്കെ ചെയ്യാറൊക്കെയുണ്ട്. മമ്മൂട്ടിക്ക് അതിനോടൊരു താല്പര്യമൊന്നും ഇല്ലെങ്കിലും. ബട്ട് ഈ രീതിയിൽ നൃത്തം ചെയ്യുക, കഥകളി, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു കഴിവ് മോഹൻലാലിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ശരിയല്ലേ? അത് ഈ ആർട്ടിസ്റ്റുകളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു ഗുണം താളബോധമാണ്. ആ താളബോധം എന്ന് പറയുന്നത് മോഹൻലാലിന് സാമാന്യ താളബോധമുള്ള ആളാണ് ഈ മോഹൻലാൽ എന്ന് പറയുന്നത്. പിന്നെ മുമ്പേ പറഞ്ഞില്ല, കഥാപാത്രത്തിൻ്റെ വിജയത്തിന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ലാൽ റെഡിയാണ്. ഒരു ക്ലാസിക്കൽ മ്യൂസിക് ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ആ പാട്ടിനെക്കുറിച്ച് അന്വേഷിച്ച് ആ പാട്ട് ആരാണ്, എന്താണ്, അതിൻ്റെ സാഹിത്യം എന്താണെന്നുള്ള ഈ സാഹിത്യമൊക്കെ പഠിച്ച്, കർണാടക സംഗീതത്തിലെ പാട്ടുകളുടെ സാഹിത്യം പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും, പ്രത്യേകിച്ച് ലാലൊക്കെ അഭിനയിക്കുന്ന ആ ഒരു സമയത്ത് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ട്. എന്നാലും ലാൽ അതിൻ്റെ മാക്സിമം ട്രൈ ചെയ്യും. അതിൻ്റെ താളം എന്താണെന്നുള്ളത് മനസ്സിലാക്കും, ആ താളം എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്. അതുപോലെ നൃത്തം ചെയ്യേണ്ട വേഷമാണെന്നുണ്ടെങ്കിൽ പുള്ളി ആ നൃത്തം നട്ടുവൻ പരമശിവൻ അങ്ങനെയുണ്ട് പറഞ്ഞ ഒരാളെ വെച്ചിട്ടാണ് ഈ കമലദളത്തിന് വേണ്ടിയിട്ട് ഡാൻസ് പഠിക്കുന്നത്. അത് വെളുപ്പിനെ 4 മണിക്കോ മറ്റോ എഴുന്നേറ്റ് പുള്ളി ഡാൻസ് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഈ സിനിമയിലെ പാട്ടുകൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ നൃത്തരംഗങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇതെല്ലാം ഷോട്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ ഷോർട്ട്സ് ആക്കിയിട്ട് ഇത് അവസാനം കൂട്ടിച്ചേർക്കുകയാണല്ലോ. അപ്പം ഈ ഡപ്പാങ്കുത്ത് സാധനങ്ങൾ വരുന്ന, ഈ സമൂഹഗാനത്തിൻ്റെ ഇടയ്ക്ക് വരുന്ന അല്ലെങ്കിൽ സമൂഹ നൃത്തത്തിൻ്റെ ഇടയ്ക്ക് വരുന്ന സാധനങ്ങൾ ഒരുമാതിരിപ്പെട്ട ആർക്കും, കുറച്ച് അത്ര വലിയ താളബോധം ഇല്ലാത്തവർക്ക് പോലും ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ക്ലാസിക്കൽ നൃത്തരൂപം പോലുള്ള സാധനം അല്ലെങ്കിൽ കഥകളി അവതരിപ്പിക്കുമ്പോൾ അതങ്ങനെ ഷോട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. അത് ലാലിന് അറിയാവുന്നതുകൊണ്ട് അത് പുള്ളി വളരെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം നമുക്ക് കാണാൻ പറ്റും. മോഹൻലാലുമായിട്ട് കണ്ടതെന്നാണ് നേരിട്ട്? മോഹൻലാലുമായിട്ട് ഞാൻ എൻ്റെ ഈ ഗായത്രി എന്നുള്ള ഡിസൈനിങ് സ്റ്റുഡിയോ തുടങ്ങി വലിയ താമസം. എൻ്റെ സെക്കൻഡ് ഫിലിം, ഫസ്റ്റ് ഫിലിം മമ്മൂട്ടിയുടേതായിരുന്നു, കൂടെ എവിടെ എന്ന് പറഞ്ഞാൽ പത്മരാജൻ ഫിലിമായിരുന്നു. അത് ചെയ്തൊരു 2-3 മാസം ആയപ്പോഴത്തേക്കും വേറെ എനിക്ക് പടങ്ങൾ തുടർച്ചയായിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ രണ്ടാമത് വന്ന പടം എന്ന് പറയുന്നത് സ്വന്തം എവിടെ ബന്ധം എവിടെ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അത് ശശികുമാർ ഡയറക്റ്റ് ചെയ്ത ആ പടം ഒരു 10-18 കൊല്ലം മുമ്പ് ശശികുമാർ തന്നെ തൊമ്മൻ്റെ മക്കൾ എന്നുള്ള പേരിൽ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അതുപോലെ തന്നെ റീമേക്കായിരുന്നു ഇവിടെ ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൽ ലാലു അലക്സും മോഹൻലാലും ആയിരുന്നു ലീഡ് റോൾ ചെയ്തിരുന്നത്. ഫാദറിൻ്റെ അച്ഛൻ്റെ വേഷത്തിൽ വന്നത് ജോസ് പ്രകാശായിരുന്നു. അപ്പോൾ അന്നത്തെ വളരെ സക്സസ് ആയൊരു പടമാണ്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്താണ് മോഹൻലാലുമായിട്ട് ഞാൻ പാലായിൽ വെച്ച് എൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അവിടെ പോകേണ്ടി വന്നു.
കുറച്ച് സ്റ്റിൽസ് എടുക്കാനൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് പോയപ്പോൾ അവിടെ വെച്ചാണ് ആദ്യം ലാലിനെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് വന്ന പടവും മോഹൻലാലിൻ്റെതായിരുന്നു. ഈ സ്വന്തമായിട്ട് ബന്ധയുടെ വളരെ സക്സസ് ആയൊരു പടമായിരുന്നു. ശശികുമാറിൻ്റെ ഒരു പടം എന്ന് പറഞ്ഞാൽ അത് കുറേ കാലമായിട്ട് പൊട്ടി എന്നിട്ട് പിന്നെ സക്സസ് ആയിരുന്നു. ഈ അന്ന് ആദ്യം മോഹൻലാലിനെ കാണുമ്പോൾ വാസ്തവത്തിൽ ഇപ്പോഴും ഈ മോഹൻലാൽ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു തോളിങ്ങനെ ചെരിഞ്ഞാണ് നടക്കുകയും ഒക്കെ. അത് മിമിക്രിക്കാരെ ഏറ്റെടുത്തിട്ട് അതല്പം എക്സാഗ്രേറ്റ് ചെയ്ത് വല്ലാതെ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന രീതിയിലൊക്കെ ആക്കാറൊക്കെയാണ്. സത്യത്തിൽ മോഹൻലാലിന് ഇങ്ങനെ ഒരു ചെരിവുണ്ടോ നടക്കുമ്പോൾ? അങ്ങനെ വലിയ ചെരിവുള്ളതായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. അതൊരു സ്റ്റൈലൈസേഷൻ്റെ ഒരു ഭാഗം കൂടെയാണ്. പിന്നെ മോഹൻലാലിൻ്റെ ഒരു സ്വഭാവത്തിൽ വരുന്ന വളരെ ഇൻട്രവർട്ടായിട്ടുള്ളൊരു മനുഷ്യനാണ്, വളരെ അന്തർമുഖനാണ്. അപ്പോൾ പുള്ളിക്ക് ആൾക്കാരുടെ മുമ്പിലൊക്കെ നമ്മൾ സിനിമ കണ്ടാൽ തോന്നുകയില്ല. അല്ലാത്ത സമയത്തൊക്കെ പുള്ളി വളരെ ഇൻട്രവർട്ടായിട്ടുള്ള ആളാണ്. ഒരുപക്ഷെ അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു ചെറിയ ഒരു ഇത് കൊടുത്ത് ഞാൻ ഒതുങ്ങി കഴിയുന്നുള്ളൊരു അറിയാതെ വന്നു പോയൊരു സാധനമായിരിക്കും. പിന്നെ അത് പല പടങ്ങളിലും വന്നപ്പോൾ, പ്രത്യേകിച്ച് ചിത്രം പോലുള്ള പടമൊക്കെ വരുമ്പോഴത്തേക്ക് അതിൽ നടക്കുമ്പോഴൊക്കെ ആ ഒരു തോളുകുനിവ് അതൊരു സ്റ്റൈലാണ്, അത് ജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. സ്റ്റൈലൈസ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു സാധനമാണ്. അത് പുള്ളി തിരിച്ചറിഞ്ഞിട്ട് കൂടുതൽ അതിനെ പല രംഗങ്ങളിൽ, പ്രത്യേകിച്ച് കോമഡി രംഗങ്ങളിലൊക്കെ അതിന് പ്രേമരംഗങ്ങളിലൊക്കെ അതിന് ആ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ നല്ല രസമാണത്. അപ്പോൾ എനിക്ക് തോന്നും ഈ യഥാർത്ഥ ജീവിതത്തിലും ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു അല്പം ചെരിഞ്ഞാണോ നടക്കുന്നത്? ഇല്ല, നേരെ തന്നെയാണ്. വ്യക്തിപരമായിട്ട് മോഹൻലാലുമായിട്ട് ഇടപെട്ട അനുഭവങ്ങളൊന്ന് പറയാൻ പറ്റുമോ? ഒന്ന് രണ്ടെണ്ണം. വ്യക്തിപരമായിട്ട് അനുഭവപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ലാലിൻ്റെ ഒരു പടത്തിന് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തതാണ്. എൻ്റെ ദൗത്യം എന്ന് പറഞ്ഞ പടത്തിൽ ലീഡർ റോള് ലാലായിരുന്നു. അപ്പോൾ ലാലുമായിട്ട് റിമോട്ട് ഏരിയയിലായി ഷൂട്ടിംഗ് നടക്കുന്നതൊക്കെ, ഒഗനക്കൽ പോലെ ഉള്ള സ്ഥലത്തൊക്കെയാണ്. അപ്പോൾ വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല, കുഗ്രാമങ്ങളാണ്, ഈ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ മനുഷ്യവാസം ഉണ്ടെന്ന് തോന്നാത്ത രീതിയിലുള്ളൊരു ലൊക്കേഷൻ ആയിരിക്കണം അത്. അപ്പോൾ അവിടെ നമ്മൾ ചെന്ന് ഒരു ലോഡ്ജിൽ, ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ഹോമിലൊക്കെ റൂം എടുത്തു കഴിഞ്ഞാൽ വലിയ സൗകര്യമുള്ള റൂമുകൾ അതൊന്നും അല്ല. തമിഴ്നാട്ടിലൊക്കെ ഈ ഇങ്ങനെ വരുന്ന ടൂറിസ്റ്റുകളെ ഉദ്ദേശമുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒതുങ്ങിയ സൗകര്യങ്ങൾക്കകത്ത് ലാൽ വളരെ ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അല്ലാത്ത സമയങ്ങളിൽ, ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ അല്പം മദ്യപാനം, ഈ മദ്യപാനത്തിൻ്റെ ഒപ്പം അതിന് തുടർന്ന് വരുന്ന ചില സാധനങ്ങൾ പാട്ട്. അപ്പോൾ ഈ പാട്ടിന് ലാൽ വളരെ പ്രാധാന്യം ജീവിതത്തിൽ കൊടുക്കുന്നുണ്ട്. ഒത്തിരി പാട്ടുകൾ ലാലിന് അറിയാം. ഇത് എല്ലാവരുടെ മുമ്പിലൊന്നും പാടുമൊന്നുമില്ല. ഇപ്പോൾ സ്റ്റേജിലൊക്കെ കണ്ടവനും പാടുന്നൊക്കെ ഉണ്ട്. പക്ഷേ അന്നെന്ന് പറഞ്ഞാൽ ലാലിലെ ഒരു ഗായകൻ എന്ന് പറയുന്നത്, പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾ, അതെനിക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട് വളരെ പണ്ട് തന്നെ. പുള്ളി ഇരുന്നിട്ട് വാടണ ഇരിക്കേ നമുക്ക് പാടാം എന്നും പറഞ്ഞിട്ട് പുള്ളി പാടാൻ എളുപ്പമുള്ള പാട്ടുകളായിരിക്കും. പക്ഷേ അത് കക്ഷി വളരെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് പാടും. അങ്ങനത്തെ ഒരു അനുഭവം. ഒത്തിരി പാട്ട് അണ്ണം പാട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു, ഇന്ന പാട്ട് പാടും. ഹിന്ദോള രാഗം എന്താണ്, ആ രാഗത്തിലുള്ളൊരു പാട്ട് മിക്കവാറും ചിലപ്പോൾ അതിൽ എൻ്റെ പടത്തിൽ എം ജി ശ്രീകുമാറില്ലായിരുന്നു. പക്ഷേ മറ്റു പല സന്ദർഭത്തിലും ശ്രീകുട്ടൻ, എം ജി ശ്രീകുമാറൊക്കെ ഉണ്ടാകും, പ്രിയൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രസകരമായിട്ടുള്ള ഒരു കുറേയേറെ സായാഹ്നങ്ങളെന്നോ രാത്രികളെന്നോ ഒക്കെ പറയാൻ പറ്റുന്ന കുറേ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ലാൽ നന്നായിട്ട് പാട്ട് പാടുകയും ആസ്വദിക്കുകയും പാട്ടിനെക്കുറിച്ച് അറിയാം, ഇന്ന പാട്ട് പാടുന്നത് സജസ്റ്റ് ചെയ്യുകയും. ഇപ്പോഴും നിങ്ങളുടെ സൗഹൃദം തുടരുന്നുണ്ടോ ലൈവായിട്ട്? എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ അധികം ഇങ്ങനെ ആരുമായിട്ട് അങ്ങോട്ട് കയറി ഞാൻ വിളിച്ച് എന്നെ സുഖമാണോ, ജന്മദിനാശംസകൾ കേട്ടോ എന്നൊക്കെ പറയാനായിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ശീലമില്ല. ഞാൻ ആരോടും അങ്ങനെ പറയാറില്ല. ലാലിനെ ഞാൻ ബർത്ത്ഡേ ആശംസിച്ചത് 60 വയസ്സായപ്പോൾ, ഷഷ്ടിപൂർത്തി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതിനൊരു പ്രാധാന്യം ഉള്ളതുകൊണ്ട് ആ സമയത്ത് ഞാൻ വിളിച്ച് ആശംസയൊക്കെ പറഞ്ഞ് പുള്ളിക്ക് എന്നെ അതിശയമായി. വളരെ ചുരുക്കമായിട്ട് ഞങ്ങൾ ഫോണിൽ കൂടെ ഒക്കെ ബന്ധപ്പെടാറുള്ളത്. മറ്റെവിടെയെങ്കിലും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എവിടെയെങ്കിലും വെച്ചിട്ട് എനിക്ക് വളരെയധികം രണ്ടുപേരും ഒരേപോലെ അന്തർമുഖന്മാരാണ്, കൂട്ടുകാരാണെങ്കിലും. എനിക്കും ഉണ്ട് അന്തർമുഖം. മോഹൻലാലും ഒരല്പം ഒതുങ്ങി. അവിടെയാണ് ലാലിൻ്റെ പ്രത്യേകത. ഇത്ര അന്തർമുഖത്വമുള്ള ഒതുങ്ങി നിൽക്കുന്ന ഈ മോഹൻലാൽ ഷോട്ട് റെഡി സാർ എന്ന് പറഞ്ഞു തന്നിട്ട് ഷോട്ട് എടുക്കാൻ നേരത്ത് അത് എന്ത് വികാരമാണെങ്കിലും ശരി, ഇപ്പോൾ സ്വിച്ച് ഇട്ട പോലെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഈ സാധനങ്ങൾ ഇങ്ങനെ വരുമോ എന്നുള്ളത് അതൊരു അസാമിന് എല്ലാ നടന്മാർക്കും വേണ്ടതാണ്. പക്ഷേ ഈ ലാലിൽ അത് കുറച്ചുകൂടെ കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ട്. സാറേ പെട്ടെന്ന് നമ്മളിരുന്നിട്ട് ഒന്ന് ചിരിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് ചിരിക്കാം, അത് കരഞ്ഞെന്ന് പറഞ്ഞാൽ കരയാം. പക്ഷേ ആ കരച്ചിലൊക്കെ ഒരു കരച്ചിലായി പോകും. കരച്ചിൽ തന്നെ പ്രത്യേകതയില്ലേ,
ഉണ്ട്. ആ കരച്ചിൽ ഇപ്പം അമ്മ മരിച്ചാൽ കരയുന്ന, പെങ്ങൾ മരിച്ചാൽ കരയുന്ന, കാമുകി മരിച്ചാൽ കരയുന്ന, ഭാര്യ മരിച്ചാൽ കരയുന്ന, പിള്ളേർ മരിച്ചാൽ കരയുന്ന, ഇതിനൊക്കെ ഓരോ കരച്ചിലിന് വ്യത്യാസമുണ്ട്. ബാക്കി എല്ലാവരും കരയുന്നത് കരച്ചിൽ തന്നെയാണ്. പക്ഷെ ലാൽ കരയുമ്പം ഇന്നാരും മരിച്ചിട്ടുള്ള കരച്ചിൽ, എനിക്കിന്നത് നഷ്ടപ്പെട്ടല്ലോ, കിരീടത്തിലൊക്കെ ആ കുത്തി കൊല്ലല്ലോ, കിരീകാടൻ ജോസിലിട്ട് കുത്തി ആൾ മരിച്ചു എന്നുള്ളത് അറിഞ്ഞു കഴിയുമ്പം, ദൈവമേ, ഞാൻ ഇത്രയും കാലം ആഗ്രഹിച്ച് വളർത്തിക്കൊണ്ട് വന്ന എല്ലാ സാധനവും എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർത്തിട്ടുള്ള ഒരു നോട്ടമൊക്കെ ഉണ്ടല്ലോ, അത് ആയിരക്കണക്കിനെന്ന് പറഞ്ഞ പോലെ പ്രേക്ഷകർ ചുറ്റും കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴേ ഈ സാധനം ചെയ്യുന്നത് നിസ്സാര കാര്യമല്ലത്. അതൊക്കെ ലാൽ വളരെ, അത് ലാലിൻ്റെ ഒരു എന്താ ഒരു പ്രത്യേക ഒരു ദൈവാനുഗ്രഹമാണ് അത് ചെയ്യാനായിട്ട്. ഇത് കഴിയുമ്പോൾ പുള്ളി പഴയ അന്തർമുഖനായിട്ട് ചിലപ്പോൾ മാറിയങ്ങ് പോവുകയും ചെയ്യും, ആരോടും മിണ്ടാതെ. അങ്ങനെയല്ല, എല്ലാവരോടും പറഞ്ഞാൽ ശരി കാണാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ മാറി പിന്നെ പുള്ളി പുള്ളിയുടേതായ ലോകത്തിലേക്ക്. ഈ സിനിമയിൽ ഒരു സംവിധായകന്മാർ ഏറെ ഇഷ്ടപ്പെടുന്നത് ലാലിനെയാണോ മമ്മൂട്ടിയെയാണോ? സംവിധായകന്മാർ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചില റോളുകൾ വരുന്നതിൻ്റെ അനുസരിച്ചിട്ട് ഇത് മമ്മൂട്ടിക്ക് പറ്റും, അല്ലെ ഇത് മോഹൻലാലിന് പറ്റും. ഇപ്പം ഞാൻ ലാലിനെ ഇത്രയും ഇതായിട്ട് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടി ഒരു മോശം നടനാന്നുള്ളൊരു തോന്നൽ അങ്ങനെ ഒന്നും വരുന്നില്ല. ചില റോളുകൾ മമ്മൂട്ടിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ആവനാഴിയിലെ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അതിരാത്രത്തിലെ ഒരു അധോലോക നായകനുണ്ട് താരാദാസ് എന്ന് പറയുന്നത്, അത് വടക്കൻ വീരഗാഥയിലെ ചന്തു എന്ന് പറയുന്നത്, അങ്ങനെ കുറേയേറെ സാധനങ്ങളുണ്ട് മമ്മൂട്ടി. മതിലുകളിൽ ബഷീറായിട്ട് വരുന്നത്, അങ്ങനെ കുറേ ഇത് മമ്മൂട്ടി. എനിക്കൊരു ചലഞ്ചിങ് ആയിട്ട് മനസ്സിൽ തോന്നിയിട്ടുള്ളത് CBI ഡയറി കുറിപ്പ്, അത് 5 ഉണ്ടല്ലോ. 5 ഉണ്ട്. മമ്മൂട്ടിയാണ് സേതുരാമയ്യർ. ഞാനിപ്പോഴും വിചാരിക്കുന്നത് ആ റോള് മോഹൻലാലിനേക്കാൾ സ്യൂട്ട് ചെയ്യുന്നത് മമ്മൂട്ടിക്കാണ്. ഉറപ്പായിട്ടും. മോഹൻലാൽ അത് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചെയ്യും, പക്ഷെ ഇത്രയും ഭംഗി വരില്ല. ഒരു ഈവൻ ഇപ്പോൾ മോഹൻലാൽ ഇപ്പോൾ പല പടങ്ങളിലും എന്താണ് കസവ് മുണ്ടും കൊടുത്ത് ഒരു നേരിയത് പുതച്ചൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ചൈതന്യമുണ്ട്, ഒരു മലയാളിത്വം ഇത് കലർന്നിട്ടുണ്ട്. എന്നാൽ പോലും മമ്മൂട്ടി അതല്ല, പുള്ളി പാൻറ്റും സ്ലാക്ക് ഷർട്ടും ഇട്ടിട്ട് വെറുതെ കുങ്കുമത്തിൻ്റെ ഒരു കുറിയും തൊട്ടിട്ട് കൈ പുറകെ കെട്ടിങ്ങി വരുമ്പോൾ ഒരു അയ്യർ എന്ന് പറയുന്ന, ഒരു സേതുരാമയ്യർ എന്ന് പറയുന്ന ഒരു സുഖം, അത് പിന്നെ ആ കേസ് അന്വേഷിക്കാൻ വരുമ്പോൾ ചില നോട്ടങ്ങൾ, ഇതൊക്കെ മോഹൻലാൽ കേസ് അന്വേഷിക്കാൻ വരുന്ന പല ഓഫീസറായിട്ട് പല പടങ്ങളിലും വന്നിട്ടുണ്ട്. പത്മരാജൻ്റെ പടത്തിലൊക്കെ കരിയിലെ കാറ്റ് പോലെ അതിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് വേറൊരു തരത്തിലുള്ള ഇതാണ് ഈ മമ്മൂട്ടി ചെയ്തിരിക്കുന്നത്. അതേസമയം അയാൾ കഥ എഴുതുകയാണ്. ആ സിനിമയിൽ മമ്മൂട്ടി അഭിനയിക്കുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. അതൊക്കെ പറഞ്ഞിട്ട് അതൊരു ഫിനോമിനൽ ഫെയിലിയർ ആകും ഞാൻ വിചാരിക്കുന്നു മമ്മൂട്ടി ആ റോളിൽ. മമ്മൂട്ടിക്ക് അത്ര അത് ഈ വെള്ളം അടിച്ചിട്ട് അഭിനയിക്കുന്നു പറഞ്ഞാൽ മമ്മൂട്ടിയുടെ ഇപ്പോൾ ആദ്യം വന്നൊരു പടമുണ്ട് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ. അതിൽ ഒരു തകർന്ന എല്ലാ നായർ തറവാട്ടിലെ എല്ലാം വിറ്റ് തൊലച്ചിട്ട് വെള്ളമടിച്ച് നടക്കുന്ന ഒരാൾ സുകുമാരൻ ചെയ്യുന്ന വേഷമുണ്ട്. ഗൾഫിൽ പോയി പണമൊക്കെ ഉണ്ടാക്കിയിട്ട് വരുന്ന, അവിടെ വന്ന ഗേറ്റെ പിടിച്ചിട്ട് വഴക്കുണ്ടാക്കുന്നൊരു സാധനമുണ്ട്. അത് നന്നായിട്ട് ചെയ്തു മമ്മൂട്ടി. പക്ഷേ അതിൽ പോലും ഈ മുമ്പ് ഈ കരയുന്ന കാര്യം പറഞ്ഞ പോലെ തന്നെ കള്ള് കുടിച്ചിട്ട് ഓരോരുത്തർ പെരുമാറുന്ന ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ കച്ചറയായിട്ട് പെരുമാറുന്ന ഒരാളായിട്ടാണ് മമ്മൂട്ടി അതിൽ വന്നിരിക്കുന്നത്, നന്നായിട്ടുണ്ട്. പിന്നെ ഒരു ഓഫീസർ മദ്യപിച്ചിട്ട് അലമ്പുണ്ടാക്കുന്നതായിട്ട് കൂടപടയിലുണ്ട്. ഞാൻ കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനി അടിയെന്നും പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കുന്നത്, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഒരു സാഹിത്യകാരൻ അല്പ ജീനിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇച്ചിരി എക്സെൻട്രിക്കും കൂടെ ആയിട്ടുള്ള ഒരു സാഹിത്യകാരൻ പെരുമാറുന്ന പോലെ ഇങ്ങനെ അഴിഞ്ഞാടുക എന്നൊക്കെ പറയുന്ന രീതിയിൽ ചോദിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞു പോകുന്ന ആ ഒരു സാധനം, അത് മോഹൻലാലിൻ്റെ ആ ഒരു ഇൻബിൽറ്റ് ഒരു കോമഡി സെൻസുണ്ട്, അത് ഗംഭീരമായിട്ട് വരുന്നുണ്ട്. അത് മോഹൻലാലിൻ്റെ ഈ പല പ്രത്യേകിച്ച് പ്രിയനുമായിട്ട് ചേരുമ്പോഴുള്ള ലേലുവല്ലു എന്ന് പറഞ്ഞാൽ മരത്തെ പിടിച്ച് കെട്ടിയിടുമ്പോൾ പറയുന്ന സാധനം, അത് നമുക്ക് ആ രംഗത്തൊന്നും മമ്മൂട്ടിയെ മറ്റോ ഒരു നടനെയും നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ഒരു തെന്മാങ്കുമ്പത്തിൽ ചായ കുടിക്കാൻ പോകുമ്പോൾ ശോഭന വന്നിട്ട് എൻ്റെ മാത്രം കാശെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നൊരു സാധനമുണ്ട്. അത് ഞാനതാണ് എൻ്റെ വിലയിരുത്തലിൽ മമ്മൂട്ടിക്ക് ഒരു ഇൻഹറൻറ്റ് ഡിസിപ്ലിനുണ്ട്. അത് വിട്ടുള്ള കഥാപാത്രങ്ങൾ മമ്മൂട്ടിക്ക് ചേരില്ല. ശുദ്ധ ഉഴപ്പൻ, അലമ്പൻ. ഇപ്പോൾ നമ്പർ 20 മദ്രാസ് മെയിൽ ഉണ്ടല്ലോ, അതിൽ മോഹൻലാലാണ് മദ്യപിച്ച് മമ്മൂട്ടിയോട് സംസാരിക്കുന്നത്. ആ റോൾ നേരെ തിരിച്ചു വയ്ക്കുക. മമ്മൂട്ടി മദ്യപിച്ചിട്ട് മോഹൻലാൽ മാന്യനായിട്ടിരിക്കുന്നു, ചിന്തിക്കാൻ പറ്റില്ല. വളരെ ഈ റോള് മമ്മൂട്ടിക്ക് ഫിറ്റാകും, ആ റോള് മോഹൻലാലിനും ഫിറ്റാകും. മാറ്റിമറിക്കാൻ സാധ്യമല്ല. എന്നാൽ യഥാർത്ഥ ഡിസ്റ്റൻസ് ആയാ എന്നൊക്കെ ചോദിക്കുന്നത് ജീവിതത്തിൽ നേരെ തിരിച്ചായിരുന്നു.
മമ്മൂട്ടി കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോമഡി എന്ന് പറഞ്ഞാൽ ശുദ്ധ അലമ്പുണ്ടാക്കൽ രീതിയിലുള്ള കോമഡികൾ, ഒരുമാതിരി എന്താ വാളിത്തരം എന്നൊക്കെ പറയത്തക്ക രീതിയിൽ അലമ്പുണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു മമ്മൂട്ടി എന്ന് പറയുന്നത്. എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള ആളാണ്. മോഹൻലാൽ അങ്ങനെ ആയിരുന്നില്ല. മോഹൻലാൽ കുറച്ചുകൂടെ ഡിസിപ്ലിൻഡ് ആയിട്ടൊക്കെയാണ് സ്വന്തം ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അവർ കുറേ കപ്പകെട്ട് പറിക്കാൻ പോയ സംഭവങ്ങൾ അതുപോലുള്ള കുറേ കേസുകളൊക്കെ ഉണ്ട്. എന്നാൽ പോലും കുറച്ചുകൂടെ ഡിസിപ്ലിൻഡ് ആയിരുന്നു ജീവിതത്തിൽ മോഹൻലാൽ. ഇത് സിനിമയിൽ വന്നപ്പോൾ കുറച്ച് വ്യത്യാസം വന്നു, നേരെ തിരിച്ച് വരുന്നൊരു അവസ്ഥയുണ്ടായി. അല്ല, അത് ഈ ഫോർമേറ്റീവ് ഏജിൽ ഇപ്പോൾ കോളേജിൽ പഠിക്കുക എന്നൊക്കെ പറയുന്നത് ആ സമയത്ത് വ്യക്തിത്വം ഉറച്ചിട്ടില്ലല്ലോ. ഇല്ല, ആ സമയത്തെ പെരുമാറ്റം വെച്ച് നമുക്ക് പിന്നീട് ഒരാളിനെ വിലയിരുത്താൻ പറ്റില്ല. ആ സമയത്ത് സംഭവങ്ങൾ എടുത്തിട്ട് പിന്നീട് പറയുന്നതിൽ കഥയുമില്ല. ഒരാളിൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്തുണ്ടാകുന്ന കുറേ വ്യതിയാനങ്ങളാണ്, ചാബല്യങ്ങളൊക്കെയാണ് അത്. അതിനുശേഷം ഇവർ ക്യാരക്ടർ, ഇവരുടെ പേഴ്സണാലിറ്റി സ്റ്റേബിളായപ്പോൾ എനിക്ക് തോന്നുന്നു മമ്മൂട്ടി കുറച്ചുകൂടെ ഡിസിപ്ലിൻഡ് ആവുകയും സ്റ്റിഫാകുകയും മോഹൻലാൽ കുറേ കൂടെ ഫ്ലെക്സിബിൾ ആകുകയും ചെയ്തു. അതാണ് മോഹൻലാലിന് ഇപ്പോഴും ഈ അതിരുവിട്ട പെരുമാറ്റം, സംസാരം, ഇതൊക്കെ അഭിനയത്തിൽ കൊണ്ടുവരാൻ അനായാസമായിട്ട് മോഹൻലാലിന് പറ്റുന്നു. ശരിയാണ്. മമ്മൂട്ടി അത് ചെയ്യുമ്പോൾ മമ്മൂട്ടി ഉള്ളിലിരുന്ന് തന്നെ ആരെങ്കിലും പിടിച്ച് പുറകോട്ട് വെച്ച് അലമ്പ് കാണിക്കാതെ എന്ന് പറയുന്നു. അതുകൊണ്ട് ഒരല്പം ഡിസിപ്ലിൻഡ് ആയ ക്യാരക്ടേഴ്സ് മമ്മൂട്ടിക്ക് വളരെ സ്യൂട്ടാകും. മോഹൻലാലിന് അത്രയും പെർഫെക്റ്റായിട്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല. അത് മമ്മൂട്ടിയുടെ ഒരു ഏരിയയാണ്, അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടീസാണത്. ഇത് ഇദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടീസാണ്. മമ്മൂട്ടിക്ക് നൃത്തം ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെ ഈ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത്. നൃത്തം ചെയ്യുമ്പോൾ ശരീരം തോന്നിയ പോലെയൊക്കെ വളയുകയും തിരികെയും പിടിക്കുകയൊക്കെ ചെയ്യണം. മമ്മൂട്ടി ഇൻറ്റേർണലി കൊളുത്ത് വീഴ്ച ഇങ്ങനെയൊക്കെ ചെയ്യാതെ, കൈയും കാലും ഒക്കെ ഇങ്ങനെ ഇളക്കാതെ എന്ന് ഉള്ളിൽ നിന്ന് ആരോ പറയും. അപ്പോൾ എന്താവും, ഇതൊരു കോമാളിത്തരാകും. അതുകൊണ്ട് മമ്മൂട്ടി ഈ നൃത്തം, ശാസ്ത്രീയ നൃത്തം, ഇതൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും. അത്തരം റോള് വന്നു കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല കേട്ടോ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവരെ ഈ മമ്മൂട്ടി പേഴ്സണലായിട്ട് അത് എൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം പലർക്കും അറിയാവുന്നൊരു കേസാണ്. മമ്മൂട്ടി അഭിനയിക്കാൻ വരുന്നതിനൊക്കെ മുമ്പ് വീട്ടിൽ വലിയ കണ്ണാടിയുണ്ട്. നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ കാണത്തക്ക രീതിയിലുള്ള കണ്ണാടിയുണ്ട്. അതിൻ്റെ രണ്ട് സൈഡിൽ കൂടെ ഓരോ കണ്ണാടി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ നിന്നിട്ട് പുള്ളി അഭിനയിച്ച് നോക്കും. പല സീനുകളും അഭിനയിച്ചിട്ട് നോക്കുമ്പോൾ പുള്ളിക്ക് തന്നെ തോന്നിക്കാണും ഈ മൂവ്മെൻറ്റ് ശരിയല്ല. അപ്പോൾ അതൊക്കെ പണ്ട് ഇങ്ങനെ കൈ കാണിച്ചിട്ട് അതൊക്കെ പുള്ളി അങ്ങനെ ഒഴിവാക്കിയ സാധനങ്ങളാണ്. പുള്ളിക്ക് തന്നെ പുള്ളിയുടെ ഡിഫക്റ്റ് മനസ്സിലാക്കിയിട്ട് ഞാൻ അങ്ങനെ പോരാ, ഞാൻ ഇന്ന രീതി നോക്കിയാൽ പോരാ, ഇങ്ങനെ. മോഹൻലാലിന് അതുണ്ടായിരുന്നു തോന്നില്ല. അപ്പോൾ മോഹൻലാലിന് എങ്ങനെ ചാടാം? മമ്മൂട്ടിയുടെ കുറച്ചുകൂടെ ഒന്ന് കൺട്രോൾഡ് ആകുന്ന അതുകൊണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മമ്മൂട്ടി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ശിവാജി ഗണേശൻ എൻ്റെ ഒരു ടെക്സ്റ്റാണ്. ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകൾ എനിക്കുണ്ട്, അതിൽ പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റ് ബുക്കാണ് ശിവാജി ഗണേശൻ. ഞാൻ ശിവാജി ഗണേശൻ്റെ പഴയ സിനിമകൾ എടുത്ത് നോക്കിയിട്ട് എവിടെ എന്ത് ചെയ്യണം, എങ്ങോട്ട് തിരിയണം, വോയിസ് എങ്ങനെ മോഡുലേറ്റ് ചെയ്യണം, ഒന്ന് തമിഴിൽ ചെയ്യുന്ന പോലെ മലയാളത്തിൽ ചെയ്യാൻ പാടില്ല, ക്ലിക്കാവില്ല. ബട്ട് ശിവാജി ഗണേശൻ്റെ ഭാവഹാവാദികൾ, ശരീരഭാഷ, ഇത് കുറേ അധികം ഒന്ന് മയപ്പെടുത്തിയിട്ട് നമുക്ക് മലയാളത്തിൽ നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ടിരിക്കും, അത് കാണികൾക്ക് ഇഷ്ടപ്പെടും എന്നൊക്കെ ഒരിക്കൽ മമ്മൂട്ടി പറഞ്ഞിരുന്നു. വളരെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. കാരണം ശിവാജി ഗണേശനൊക്കെ മമ്മൂട്ടിയെ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. മമ്മൂട്ടിയുടെ ഒരു ഇത്രയും ഭാഗം വെച്ചാൽ പോലും മമ്മൂട്ടിയുടെ മുഖത്ത് വരുന്ന ഈ കണ്ണിൽ വരുന്ന ഇതെല്ലാം, ഇവിടുത്തെ മസിൽ തുടിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മമ്മൂട്ടി വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ട്. അത് ശിവാജിയുടെ സ്വാധീനമായിരിക്കാനാണ് സാധ്യത. വേറെ അങ്ങനെ അഭിനയിക്കുന്നവർ വളരെ കുറവായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്. ദിലീപ് കുമാറിൻ്റെ കുറച്ച് കിട്ടുന്നുണ്ട് അതിൽ. ഞാൻ ഈ മോഹൻലാലിനെ എന്താ പറയുക, എൻ്റെ അംഗീകാരമൊന്നും മോഹൻലാലിന് ആവശ്യമില്ല, എത്രയോ ചെറിയ ആളാണ് ഞാൻ. പക്ഷേ ഞാൻ ഈ പ്രേം നസീർ, മധു, സത്യൻ ഇവരുടെയൊക്കെ തടവിലായിരുന്നു ഞാൻ. എൻ്റെ കോളേജ് കാലത്ത് അവരാണ് മലയാള സിനിമ ഭരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വലിയൊരു ഗ്യാപ്പ് വന്നു. ഞാൻ കേരളത്തിന് പുറത്തു പോയി. തിരിച്ച് ഞാൻ കേരളത്തിൽ വരുമ്പോഴേക്കും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അപ്രത്യക്ഷരാകുകയും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് തുടങ്ങുന്നു. എനിക്ക് മോഹൻലാലിനെ ഇഷ്ടപ്പെട്ടില്ല. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ പോലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പോയിട്ട് ഞാൻ ഒരിക്കൽ അമൃതം ഗമയ കാണുന്നു. അതിലാണ് ഞാൻ ഇതൊരു അസാമാന്യ നടനാണല്ലോ, ഞാൻ ഇദ്ദേഹത്തെ റേറ്റ് ചെയ്തത് ശരിയായില്ല.
വാസ്തവത്തിൽ എൻ്റെ റേറ്റിങ്ങും മോഹൻലാലിൻ്റെ ഔന്നത്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പേഴ്സണലി എൻ്റെ മനസ്സിൽ നടന്ന കാര്യങ്ങൾ പറയുകയാണ്. ഐ നെവർ റെക്കഗ്നൈസ്ഡ് ഹിം ടിൽ അമൃതം ഗമയ. അമൃതം ഗമയ കഴിഞ്ഞപ്പോൾ ഞാൻ മോഹൻലാലിനെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി. പിന്നെ മോഹൻലാലിൻ്റെ എല്ലാ സിനിമകളും എല്ലാം ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴത്തേക്ക് എനിക്ക് സിനിമ കാണുന്ന സ്വഭാവം കുറഞ്ഞു വന്നു. ജോലി തിരക്കായി അങ്ങനെയൊക്കെ പോയി. ബട്ട് ദെൻ മലയാള സിനിമ പ്രേം നസീറിലും മധുവിലും സത്യനിലും വെച്ച് അവസാനിച്ചു എന്നുള്ള എൻ്റെ വിലയിരുത്തൽ. ഈ പഴയ വയസ്സന്മാരുടെ ഒരിതുണ്ട്. ഇപ്പോഴൊക്കെ എന്ത് സിനിമ, പണ്ടല്ലേ സിനിമ. തിക്കുറിശിയുടെ വരവ്, അടൂർ ഭാസിയുടെ തമാശ. അടൂർ ഭാസിക്കപ്പുറം തമാശയില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു മനസ്സിൽ. ഇനി ആരെന്ത് തമാശ കാണിക്കണം, അടൂർ ഭാസിക്കപ്പുറം ഒന്നുമില്ല. സത്യൻ്റെ അപ്പുറം അഭിനയസിദ്ധി എന്ന് പറയുന്നത് ഇല്ല. പ്രേം നസീറിനേക്കാൾ ബെറ്ററായ ഒരു കാമുകൻ ഭൂമിയിലില്ല, കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ ഈ ധാരണകളൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് ഈ രണ്ട് ക്യാരക്ടേഴ്സും മെല്ലെ പിന്നെ സുരേഷ് ഗോപി, ജയറാം ഇവരൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ തുറന്ന് സമ്മതിക്കുകയാണ്, ആദ്യകാലത്ത് എനിക്ക് അപ്രീസിയേഷനും ഉണ്ടായിരുന്നില്ല മോഹൻലാലിൽ നടൻ. അങ്ങനെ അത് ഈ ഹാങ് ഓവർ കൊണ്ടാണ്, പഴയ ഇതിലങ്ങ് കടന്നുപോയതുകൊണ്ടാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ സത്യൻ, മധു, നസീർ, അത് ആ ഒരു ഇത് കഴിഞ്ഞിട്ട് വേറെ ഒരു തലമുറ ഒന്നല്ല, ഇപ്പോൾ പല ആർട്ടിസ്റ്റുകൾ ഇവിടെ വന്നു. അതിൽ മറ്റേ ജോസ്, രവികുമാർ, രവി മേനോൻ, അങ്ങനത്തെ കുറേ കക്ഷികൾ വന്നു. പിന്നെ സോമൻ, സുകുമാരൻ എന്നൊക്കെ പറഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മോഹൻ വന്നു. കാണാൻ നല്ല ഭംഗിയുള്ള ഹാൻസം ആയിട്ടുള്ള ആളാണ് മോഹൻ. ഇവർക്കൊന്നും കാര്യമായിട്ട്, സോമൻ സുകുമാരാണ് കുറേ കൂടെ, അവർ രണ്ടുപേരാണ് കുറേ കൂടെ നിന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വന്ന് തട്ടിപ്പോയ കുറേ രാഘവൻ, സുധീർ എന്നൊക്കെ പറഞ്ഞു. സത്യൻ്റെ മകൻ അഭിനയിക്കാൻ വന്നു, സതീഷ് സത്യൻ. അവർക്കൊന്നും എന്താ പറയുക, വേണ്ട രീതിയിൽ ശോഭിക്കാനായിട്ട് പറ്റില്ല. രാഘവൻ കുറേ കൂടെ പിടിച്ചു നിന്നു. ഒരു വർഷം 34-35 പടമൊക്കെ രാഘവൻ്റെ റിലീസായിട്ടുണ്ട്. എന്നാലും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഈ തുടർന്നുള്ള ഈ മലയാളത്തിലെ കാണികളുടെ മനസ്സ് കീഴടക്കാൻ ഇവർക്ക് സാധിച്ചില്ല. ഇവരെല്ലാം നല്ല നടന്മാരായിരുന്നു. പലരും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായവരും അങ്ങനെ പ്രഗത്ഭന്മാരാണ് ഇവരെല്ലാം. സുകുമാരനാണെങ്കിലും സോമനാണെങ്കിലും. സോമൻ അവസാന കാലത്ത് വീണ്ടും ക്ലിക്ക് ചെയ്തു. ലേലം ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം അത്രയും ഇതായില്ലെങ്കിലും അത് അന്ന് ടെക്നോളജി കൂടെ ചേർന്നൊരു കലയാണല്ലോ. അതിൻ്റെ ഒത്തിരി പരിമിതികളുണ്ടായിരുന്നു. പിന്നെ സാമ്പത്തികമായിട്ട് അത് മുതൽ മുടക്കം പറഞ്ഞാൽ വളരെ കുറവായിരുന്നു. ഒരു സീനെന്ന് പറഞ്ഞാൽ 4 ഷോട്ട്, അതിൻ്റെ അപ്പുറത്തിൽ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ പല്ലവി, അതിന് മുമ്പ് വരുന്ന ഹമ്മിങ് വല്ലതും ഉണ്ടെങ്കിൽ, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടെങ്കിൽ ഒരു ഷോട്ട്, പല്ലവി ഒരു ഷോട്ട്, അതിൻ്റെ ഇടയ്ക്ക് വരുന്ന മ്യൂസിക് ഒരു ഷോട്ട്, അനുപല്ലവി, ചരണം, ഇത്ര 5-6 ഷോട്ടേ ഉള്ളൂ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അങ്ങനെയല്ല, ഒരു പാട്ടെന്ന് പറഞ്ഞാൽ 300-400 ഷോട്ട് വരെ ഒരു പാട്ടിന് വേണ്ടി എടുക്കുന്നുണ്ട്. ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഈ മമ്മൂട്ടി, ഇപ്പോൾ സാറ് പറഞ്ഞില്ലേ, ആദ്യത്തെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇത് എൻ്റെ അറിവിൽ എൻ്റെ ഫ്രണ്ട് ഡെന്നീസും മരിച്ചുപോയി. ഞാനും ഡെന്നീസും തമ്മിൽ ഇത് പറഞ്ഞു, കേട്ടോ ഇവൻ വരും കേട്ടോ, ശങ്കറിനെ കുറിച്ചല്ല എന്ന് പറഞ്ഞ്. കാരണം ഇത്രയും നന്നായിട്ട് അവരുടെ പ്രണയം എസ്റ്റാബ്ലിഷ്, മഞ്ഞിൽ വിരിഞ്ഞ പൂവെന്ന് പറഞ്ഞ പാട്ടുമൊക്കെ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് വന്നിട്ട് ഇവർ ഒന്നിക്കണം, പ്രേമിച്ച് അത് ഒരു എന്താണ് പരിപൂർണതയിലേക്ക് എത്തണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഇയാൾ പ്രത്യക്ഷപ്പെട്ട് നരേന്ദ്രൻ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, കാണാൻ വലിയ അന്നത്തെ രീതിയിലുള്ള സൗന്ദര്യ സങ്കല്പത്തിന് യോജിച്ച ഫിഗറൊന്നും ആയിരുന്നില്ല. മുടി ഇച്ചിരി വണ്ണം കൂടുതലുണ്ട്. പക്ഷേ ആ പുള്ളിയുടെ കണ്ണിൽ വരുന്ന ആ ഒരു വില്ലത്തരവും കാര്യങ്ങളും, പിന്നെ പുള്ളി കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ വില്ലത്തരമാണല്ലോ, ആർക്കാളിലും ഇഷ്ടപ്പെടാതെ പോകും. ആ ഒരു ഇഷ്ടപ്പെടാതെ പോയതായിരുന്നു ആ ക്യാരക്ടറിൻ്റെ വിജയം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചത്, മമ്മൂട്ടി മോഹൻലാലിനേക്കാളും 6-7 വയസ്സല്ല, അതിനേക്കാളും കൂടുതൽ വയസ്സ്, ഇവർ തമ്മിൽ പ്രായ വ്യത്യാസമുണ്ട്. ലാൽ വന്നത് വളരെ ചെറുപ്പത്തിലാണ്. ലാൽ വന്ന് ഈ പടം ചെയ്യുമ്പോൾ 10-20-22 വയസ്സ് കണ്ടേ ഉള്ളൂ. പിന്നെ ലാലിനെ ശ്രദ്ധിക്കുന്നു പറഞ്ഞാൽ, ഈ നവോദയക്കാരുടെ തന്നെ എൻ്റെ മാമാട്ടുകുട്ടിയമ്മയ്ക്ക് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയേണ്ടി വരും. മോഹൻലാലിനെ കുറിച്ച് കുറച്ച് പേരെ ഏറ്റവും ഇഷ്ടപ്പെട്ട 5 ചിത്രങ്ങളൊന്ന് സെലക്ട് ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ടൊരു വാരിക. അപ്പോൾ ലാലിൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് വേണം ഇത് ഇറക്കാൻ. ലാലിൻ്റെ ഭാര്യ, അമ്മ, അടുത്ത കൂട്ടുകാർ, ഇപ്പോൾ സുരേഷ് കുമാർ, ഇങ്ങനെയൊക്കെയുള്ള കക്ഷി, സത്യനന്ദിക്കാട്, ഇവരൊക്കെയാണ് ഇതിൻ്റെ അകത്ത്, ആൻ്റണി പെരുമ്പാവൂർ, ഇവരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ആർട്ടിക്കിൾ എഴുതിയത്. അപ്പോൾ ലാൽ സജസ്റ്റ് ചെയ്തു ഞാനും കൂടെ ഒരു ഇത് എഴുതി കൊടുക്കണമെന്ന്. എനിക്ക് ചമ്മലായിപ്പോയി. ഇതിൻ്റെ അകത്ത് ആ ഒരു ഇത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും താഴത്തെ ഗ്രേഡിൽ വരുന്ന ആളാണ് ഈ പരസ്യകല എന്ന് പറയുന്നത്. അപ്പോൾ എന്നോട് ഇത് എഴുതാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഒഴിഞ്ഞു മാറി. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ എഡിറ്റർ എന്തൊക്കെ പറഞ്ഞു, ഇല്ല ചെയ്തു തരണം ലാൽ പ്രത്യേകം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരി ചെയ്തേക്കാമെന്ന് പറഞ്ഞ് ഞാൻ 5 പടം സെലക്ട് ചെയ്തു. അതിലൊരെണ്ണം ഞാൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളല്ല ഉൾപ്പെടുത്തിയത്. അതിൻ്റെ അകത്ത് അവരുടെ സെക്കൻഡ് ഫിലിമായിട്ട് വന്ന മാമാട്ടുകുട്ടിയമ്മയ്ക്ക് എന്ന് പറഞ്ഞൊരു പടമുണ്ട്.
ഇത് ഞാൻ എൻ്റെ ഒരു ചാനലിൽ ഞാൻ ഈ 5 പടത്തെക്കുറിച്ച് ഞാൻ പറയുകയും ചെയ്തു. അതിൽ ഈ സാധാരണ ഒരു ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഓതറിൻ്റെ ഇത് രചയിതാവിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടണം, അപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും. ഇതങ്ങനെ ഓതർ സപ്പോർട്ട് ഇല്ലാതെ വരുന്ന ചില വേഷങ്ങളുണ്ട്, ആരും ശ്രദ്ധിക്കുകയില്ല, അത് പോകാൻ പറ്റിയ ഒരു വേഷം. അത് ലാൽ അതിഗംഭീരമായിട്ട് ചെയ്തു. പുള്ളി കല്യാണം കഴിച്ചു, പുള്ളി ആ ഭാര്യയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ പൂർണിമ ജയറാം ഇതിനു മുമ്പ് ഏതൊരു ബന്ധത്തിൽ അവൾക്കൊരു കൊച്ചുണ്ടായിരുന്നു, ആ കൊച്ചിനെ മാറ്റിയിട്ടാണ് കല്യാണം കഴിപ്പിച്ചിരിക്കുന്നത്. ഇവളതോടുകൂടി മാനസിക സമനില തെറ്റിയിട്ട് എൻ്റെ കുഞ്ഞെന്തിയെ എന്നും പറഞ്ഞുകൊണ്ട് ചോദിച്ചിട്ട് ഈ കുഞ്ഞിനെ ഒരു അനാഥാലയത്തിലാക്കി. ഈ അനാഥാലയത്തിൽ നിന്ന് കുഞ്ഞിനെ വേറെ ഒരു ഗോപിയും സംഗീതയും കൂടെ ചേർന്ന് ദത്തെടുത്തുകൊണ്ട് പോയിരിക്കുന്നു. അപ്പോൾ ഇയാൾക്ക് ലാലിന് അലക്സ് ഇയാൾക്ക് ഈ ഭാര്യയെ വേണം, ഈ ഭാര്യയെ കിട്ടണമെങ്കിൽ അവളുടെ വിഷമം മാറ്റി കൊടുക്കുകയാണെങ്കിൽ ഈ കുഞ്ഞിനെ തിരികെ വേണം. അങ്ങനെ വളരെ സംയമനത്തോടു കൂടി ഇവരെ സമീപിച്ചിട്ട് ആ കുഞ്ഞിനെ വേണമെന്ന് പറയുന്നത് പുള്ളി അലമ്പുണ്ടാക്കുകയല്ല ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എനിക്ക് കേൾക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഗോപിയൊക്കെ ഓടിച്ചു വിടും. പക്ഷേ പുള്ളി പിന്നെ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു വേഷമായിരുന്നു ഇത് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ. അതുപോലെ ഈ സിനിമയിലെ ഈ ശരീരം ഒരു പ്രധാന ഘടകമാണ്. വളരെ ഒരു ഫിഗർ, തടി, പൊക്കം. മോഹൻലാലിന് സാധാരണക്കാരുടെ ദൃഷ്ടിയിൽ തടി കൂടുതലാണ്. ഇപ്പോഴല്ല, കുറേ നാളായിട്ട് തന്നെ തടി കൂടുതലാണ്. ഈ ഇത്ര ചാമ്പ്യനൊക്കെ ആയിരുന്നു, അതായിരിക്കണം കോളേജിൽ. ഇത്രയും വണ്ണമുള്ള ഈ പ്രായമുള്ള വേറൊരു നായകൻ ഇന്ത്യൻ സിനിമയിൽ എവിടെയെങ്കിലും ഉണ്ടോ? സാധാരണ ഇതിൽ ഫിഗർ ഔട്ടായി തടി കൂടിക്കഴിഞ്ഞാൽ എത്ര നല്ല നടനാണെങ്കിലും അദ്ദേഹത്തെ ഒരു അച്ഛൻ നടനായിട്ടോ അപ്പൂപ്പൻ നടനായിട്ടോ ഒക്കെ മാറ്റും ആൾക്കാർ. സായികുമാറിനൊക്കെ പറ്റിയ ഗതികേട് അതാണ്. സായികുമാർ വരുമ്പോൾ ഇവരുടെ ഒന്നും പ്രായമില്ല. കൊട്ടാരക്കര ശ്രീധരൻ നായരെ പോലെ ഒരു മഹാപ്രതിഭയുടെ മകൻ, നല്ല അഭിനയശേഷി, രക്ഷപ്പെട്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പുള്ളി അതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നൊരു സാധനം ജീവിതത്തിൽ പാലിക്കാത്തതിൻ്റെ ഒരു കുഴപ്പമാണ് ഇവർക്കെല്ലാം. ഈ ഡിസിപ്ലിൻ പാലിച്ചാൽ തന്നെ ശരീരപ്രകൃതി കൊണ്ട് വണ്ണം വയ്ക്കും. എത്ര പേര് ഡിസിപ്ലിൻ പാലിച്ചിട്ട് പിന്നെയും വണ്ണം രക്ഷയില്ലാതെ പോകുന്നു. ഇപ്പോൾ നടികളുടെ കാര്യം എടുക്കുക, ജയഭാരതി തടി കൂടിപ്പോയത് കൊണ്ട് ഫീൽഡിൽ നിന്ന് ഔട്ടായ ആളാണെന്ന് ഞാനിപ്പോഴും കരുതുന്നു. എൻ്റെ ഒരു പേഴ്സണൽ വിലയിരുത്തലാണ്. അസാമാന്യ റേഞ്ചായിരുന്നു അവർക്ക്. പക്ഷേ നേരത്തെ അവർ തടി കൂടി വന്നു. ആ ഗുരുവായൂർ കേശവനൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ ഇന്നെനിക്ക് പൊട്ടുകുത്താൻ എന്നുള്ള പാട്ടൊക്കെ നല്ലത്, പക്ഷേ ആ സമയത്ത് തന്നെ അവർ വല്ലാതെ തടിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഫീൽഡ് അല്ലെങ്കിൽ കുറേ കാലം കൂടെ ജയഭാരതിയുടെ പൊട്ടൻഷ്യൽ മുഴുവൻ മലയാള സിനിമ കൈക്കലാക്കി എന്ന് ഞാൻ കരുതുന്നില്ല. അതവർക്ക് സാധിച്ചില്ല, കാരണം ഈ ഫിഗർ ഇതായതുകൊണ്ട്. മോഹൻലാൽ പക്ഷേ ഇത്രയും തടിയും വെച്ചുകൊണ്ട് ഇപ്പോഴും അദ്ദേഹത്തെ വെല്ലുവിളിക്കാൻ ആരുമില്ല എന്നുള്ള സ്ഥിതിയിൽ. ഇത് മറ്റ് തമിഴ് ഇതിലൊക്കെ ആണെങ്കിൽ ഇതിനു മുമ്പേ ഔട്ടായി പോകും. ശിവാജി ഗണേശൻ്റെ മകൻ പ്രഭു ഔട്ടായത് തടി കൊണ്ടാണ്, അഭിനയസിദ്ധി ഇല്ലാഞ്ഞിട്ടല്ല. വല്ലാത്ത തടിയായി. എന്തു ചെയ്യും? മറ്റ് സിനിമകളിൽ എനിക്കറിയാവുന്നിടത്തോളം ഇത്ര തടിയും വെച്ചുകൊണ്ട് നമ്പർ 1 ആയിട്ട് നിൽക്കാൻ പ്രയാസമാണ്. അത് അസാധാരണ അഭിനയസിദ്ധിയും കഴിവും ഈ പറഞ്ഞ ഫ്ലെക്സിബിലിറ്റി എല്ലാം കൂടെ ഉള്ളതുകൊണ്ടാണ്. ജയഭാരതിക്കൊക്കെ പറ്റിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗുരുവായൂർ കേശവൻ വരുന്ന 70-കൾ, 75, 76, 77 ആ കാലഘട്ടത്തിലാണ്. പക്ഷേ ഇവർ 68-ലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ അഭിനയിക്കുന്നത് കളിയല്ല കല്യാണം എന്നൊക്കെ പറയുന്ന പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർ സിനിമയിൽ വന്നിട്ട് 80 കൊല്ലമായിരിക്കുന്നു. പിന്നെ എന്നാ നോക്കാനാ, ഇനി ഒരു കല്യാണം കഴിച്ച് പോകണം എന്നൊക്കെ പറയുന്നത് അന്നത്തെ കാലത്ത് അങ്ങനെ കണ്ടുണ്ടല്ലോ. ഇത് വന്നു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് വരുമ്പോൾ കല്യാണം കഴിച്ച് പോകണം, അതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ പിന്നെ നടനം വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ അവർ അവസാനം കുറച്ച് ഡാൻസ് പഠിക്കുകയൊക്കെ ചെയ്തിരുന്നു വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അല്ല, അവരിപ്പോഴും എന്തോ ഡാൻസ് ക്ലാസ് നടത്തുമോ? ഏറ്റുമാനൂർ അമ്പലത്തിൽ അവരുടെ. നമുക്ക് ഈ മോഹൻലാലിലേക്ക് തിരിച്ചു വന്നാൽ ഒരു പ്രത്യേകതയും കൂടി ഞാൻ മോഹൻലാലിൽ കാണുന്നുണ്ട് എൻ്റെ ലിമിറ്റഡ് നോളജിൽ. ഈ കർണാടക സംഗീതത്തിലെ കീർത്തനങ്ങൾ, കർണാടക രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഒരുപാട് സിനിമാ പാട്ടുകളുണ്ട്. അതല്ല, കർണാടക സംഗീതം തന്നെ, ത്യാഗരാജൻ്റെയോ ശ്യാമശാസ്ത്രിയുടെയോ ആരുടെയെങ്കിലും ഈ കർണാടക സംഗീതം തന്നെ ഒരു 3-3.5 മിനിറ്റിൽ ഒതുക്കി പാട്ട് പോലെ പാടുന്ന സിനിമകൾ ധാരാളമുണ്ട്. ഇപ്പോൾ ഒരു സിനിമയിൽ നഗുമോ മൂഗനലേനി ചിത്രത്തിലുണ്ട്. ഈ കർണാടക സംഗീതം പാടുമ്പോൾ അതിനൊരു പ്രത്യേക ശരീരഭാഷയുണ്ട്. ആ ശരീരഭാഷ പെർഫെക്റ്റായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് മോഹൻലാലിലാണ്.
ആ പാട്ട് ഇപ്പോൾ ജയറാം, സുരേഷ് ഗോപി ഇവരൊക്കെ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് പാട്ട് സീനിൽ അഭിനയിക്കാറുണ്ട്. കർണാടക സംഗീത കീർത്തനം അത് പാടുമ്പോൾ അതിനൊരു ശരീരഭാഷയുണ്ട്. ആ വെറുതെ തലയിട്ടിളക്കിക്കൊണ്ടോ കൈ കാണിച്ചുകൊണ്ടോ ഒന്നും ആവില്ല. അത് ഉള്ളിൽ നിന്നങ്ങ് വരണം. ഇത് പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന ആൾ മോഹൻലാലാണ്. അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ നഗ്മോ ഗനലേനി പാടുമ്പോഴുള്ള ശരീരഭാഷയിൽ നിന്ന് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തു എന്ന് തോന്നുന്നു. സ്വാമിനാഥ പരിപാലയമാം വന്നപ്പോൾ അവിടുന്ന് പിന്നെയും ഇമ്പ്രൂവ് ചെയ്തു. ഈ ശ്രീവിനായകൻ നമാമ്യഹം ഭരതത്തിലെ അത് ചേട്ടൻ നെടുമുടി വേണു മദ്യപിച്ചിട്ട് കുഴഞ്ഞ് പാടാൻ പറ്റാതെ തൊണ്ടയിടറി സ്റ്റേജിൽ. അപ്പോൾ യു ഹാവ് ടു സേവ് ദ സിറ്റുവേഷൻ. വല്ലാത്ത ധർമ്മസങ്കടമാണ്. പുറകിൽ തമ്പുരുവുമായിട്ടാണ് മോഹൻലാൽ ഇരിക്കുന്നത്. ചേട്ടനാണെങ്കിൽ കുഴഞ്ഞു വീണു, ആൾക്കാർ കൂവാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് വെട്ടിപ്പൊട്ടുന്ന പോലെ പെട്ടെന്ന് ഭാവം, ഇതിൻ്റെ സങ്കടം മുഴുവൻ, അപമാനം ഒക്കെ ഉണ്ട് നെഞ്ചിൽ. അത് നെഞ്ചിൽ വെച്ചുകൊണ്ട് കർണാടക സംഗീത കീർത്തനം പാടുക, അതിൻ്റെ ശരീരഭാഷ വരിക. പാടുന്നത് യേശുദാസാണ്, മോഹൻലാലിന് അധ്വാനമൊന്നുമില്ല. പക്ഷേ ആ ശരീരഭാഷ വരണമില്ല. ആ പാട്ടിൻ്റെ ഭാവം, ഇതിൻ്റെ സങ്കടവും പാട്ടിനൊരു ഭാവമുണ്ട്, അതും പിന്നെ കർണാടക സംഗീതത്തിൻ്റെ മൊത്തം ആ ഇരിപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് പെർഫെക്റ്റ് ആയിരിക്കും. 100% ശരിയാണ്. അതാണ് പ്രതിഭ എന്ന് പറയുന്നത്. മോഹൻലാലിനുണ്ടത്. മോഹൻലാൽ ഒന്ന് പാട്ട് കച്ചേരികൾ കേട്ടിട്ടുള്ള പരിചയമായിരിക്കും. അപ്പോൾ ഇവരുടെ ഒരു ബോഡി മൂവ്മെൻ്റ് കാര്യങ്ങൾ, പാടുന്ന ലൈനിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും കൈ പൊങ്ങുന്നതും ഇതുമൊക്കെ വരുന്നത്. പിന്നെ താളം പിടിക്കുന്നത്. ഈ നഗുമോമോ പാടുമ്പോഴാണോ അതോ സ്വാമിനാഥൻ ഏതോ ഒരെണ്ണം പാടുമ്പോഴത്തേക്കും താളം പിടിക്കുന്നുണ്ട്. സാധാരണ മറ്റു പല സിനിമയിൽ നോക്കിയാൽ കീർത്തനം പാടുമ്പോഴൊക്കെ ചുമ്മാ പൊത്തോ എന്നായിരിക്കും പലരും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കർണാടക സംഗീതത്തെ കുറിച്ചെടുത്ത പടത്തിൽ പോലും അങ്ങനെ എടുത്തിട്ടുണ്ട്. ഡയറക്ടർക്ക് പോലും ഇതറിയില്ല എന്നുള്ളതാണ് കാര്യം. പക്ഷേ ഞാനിത് ശ്രദ്ധിച്ചിട്ടില്ല. എവിടെയാണിത്? നഗുമോമോ ഒന്ന് ഗായത്രി അശോക് പാടുന്നു. അത് എൻ്റെ സാറ് പറഞ്ഞിരിക്കുന്ന അത് പാടണ ഇച്ചിരി, അത് സാറ് പലരും പാടുന്നു. നഗുമോമോ ചിത്രത്തിൽ വന്നത് പോലും എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വലിയൊരു പരിദേവനമാണ്. ഈ ഭഗവാനോട് നടത്തുന്ന ഒരു പരിദേവനമാണ്. എന്തിയെ നിങ്ങൾ പറഞ്ഞ ഇപ്പോൾ ഗരുഡൻ കേൾക്കാണ്ടായോ, എന്നെ എന്തിയെ ഇതുവരെയായിട്ടും വിളിച്ചുകൊണ്ട് പോകാത്തതെന്നൊക്കെ ചോദിച്ചാൽ എന്നെ, കാരണം ജീവിതം അവസാനിപ്പിക്കാനായിട്ട് ഇതായിട്ട് ദൈവത്തിനോട് ചോദിക്കുകയാണ്, എന്നെ എന്തിയെ നിങ്ങൾ വിഷ്ണുവിൻ്റെ വാഹനമാണല്ലോ ഗരുഡൻ എന്ന് പറഞ്ഞത്, എന്നെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ട് പുള്ളി. അതെ, ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ. അത് അത്ര ശരിയായില്ല ആ പാട്ടിൻ്റെ ചിത്രീകരണം, അല്ലെങ്കിൽ മൊത്തത്തിൽ ആ സീൻ. ഇത് സംഭവിക്കാൻ കാര്യം ഗായത്രി അശോകന് MD രാമനാഥൻ്റെ ഒരു സ്വാധീനമുണ്ട്. ശരിയല്ലേ? ഉണ്ട്. അപ്പോൾ MD രാമനാഥൻ്റെ പേസിൽ ഒരു കർണാടക സംഗീത കീർത്തനം സിനിമയിൽ ചേർക്കാൻ പറ്റില്ല. പറ്റില്ല. 3.5 മിനിറ്റ് അല്ല, മാക്സിമം കാരണം 5 മിനിറ്റ്. സ്വാമിനാഥ പരിപാലയാതുമാം എന്നുള്ളത് പാടുമ്പോൾ തന്നെ 3 മിനിറ്റ് ആവും. MD രാമനാഥൻ പാടിക്കഴിഞ്ഞാൽ 3 മിനിറ്റായി. സിനിമയിൽ എന്ത് ചെയ്യും? പറ്റില്ല. അപ്പോൾ അവർക്ക് ഈ പേസ് കൂട്ടണം. സ്വാമിനാഥ ആ സ്പീഡിലല്ലേ, ആ സ്പീഡിലൊന്നും പാടാൻ പറ്റുമോ? അതിനേക്കാൾ സ്പീഡിൽ GNP പാടിയിട്ടുണ്ട്. ആ GNP സ്പീഡിൻ്റെ ഉസ്താദായിരുന്നു. അത് പിന്നെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. ആൻഡ് ഹി ഡസൻ കെയർ. എൻ്റെ സ്പീഡ് കൂടുതലാണ്, അത് കേൾക്കാനുള്ളവർ കേട്ടാൽ മതി. MD രാമനാഥനും അങ്ങനെയായിരുന്നു. എൻ്റെ സ്പീഡ് ഇതാണ്, ഇതിൽ കേൾക്കാവുന്നവർ കേട്ടാൽ മതി, ഇടാൻ അല്ലെങ്കിൽ പോടാ. ഇതാണ് MDRൻ്റെ സ്റ്റൈൽ. എന്നാലും എനിക്കിതിലേതെങ്കിലും ഒരെണ്ണം പാടി കേട്ടാൽ കൊള്ളാവുന്നുണ്ട് കുറച്ച്. സ്വാമിനാഥ പരിപാലയാശു മാം, സ്വാമിനാഥ പരിപാലയാശു മാം, സ്വാമിനാഥ പരിപാലയാശു മാം, സ്വപ്രകാശ വല്ലീശ ഗുരുഗുഹദേവസേനേശ, സ്വാമിനാഥ പരിപാലയാശു മാം. നാട്ടരാഗത്തിലുള്ള ഇങ്ങരുടെ ദീക്ഷിതർ. ഇത് തന്നെ ഗായത്രി അശോക് പാടാൻ വളരെ ബുദ്ധിമുട്ടി ഈ സ്പീഡിൽ. ലെഫ്റ്റ് യുവർ സെൽഫ് ഇതിലും പതുക്കെ ആയിരിക്കും ഈ പാട്ട് പാടുന്നത്. അങ്ങനെ അതെ. സ്വാമിനാഥ പരിപാലയ, ഇതാണ് ഞാൻ പറഞ്ഞ MD രാമനാഥൻ്റെ സ്വാധീനം. പക്ഷേ ഈ നഗുമോയുടെ പ്രത്യേകത
അത് രണ്ടുകളെ ചൗക്കത്തിൽ പാടേണ്ട പാട്ടാണ്. അത് വളരെ പിടിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടൊക്കെ പാടണം. അപ്പോൾ അത് പാടുമ്പോൾ രണ്ടുകളെ ചൗക്ക അറിയാമല്ലോ സാറിന്, ഈ 2 പ്രാവശ്യം വരുന്നത്. അപ്പോൾ അടി 1 2 3 പകരം അടി അടി 1 1 2 2 അങ്ങനെ രണ്ടുകളെ ചൗക്കത്തിൽ ഇരട്ടി സമയം എടുക്കും അത് പാടാനായിട്ട്. അപ്പം അങ്ങനെ പാടേണ്ട ഒരു കീർത്തനമാണ്. എൻ്റെ സാറ് അധികം പേരെ അത് പഠിപ്പിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ നഗുമോ പാടുന്നത് MG ശ്രീകുമാറാണ് അല്ലേ? MG ശ്രീകുമാർ, യേശുദാസ് അല്ല. സ്വാമിനാഥ പാടുന്നത് യേശുദാസാണെന്ന് തോന്നുന്നു. അല്ല, അത് MG ശ്രീകുമാർ. അതൊരു രസമുണ്ട്. ഞങ്ങൾ ഉസ്മാൻ്റെ രഞ്ജിനി കാസറ്റ്സ് എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങിയിട്ട് ഇതിൻ്റെ പാട്ട് ശരിക്കും ശ്രുതിസായി പിള്ളച്ചേട്ടനാണ്, PK പിള്ളയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ പുള്ളി ഞാനുമായിട്ടൊക്കെ നല്ല അടുപ്പമുള്ളത് കാരണം ഞാൻ പിള്ളച്ചേട്ടൻ്റെ വിളിച്ച് പറഞ്ഞു, പിള്ളച്ചേട്ടൻ ആ പാട്ട് എനിക്ക് തരണം കേട്ടോ, ഉസ്മാന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പുള്ളി സമ്മതിച്ചു. പുള്ളി ആവശ്യപ്പെട്ടത് നിസ്സാര ഒരു എമൗണ്ട്, അപ്പോൾ പറഞ്ഞ ആൾക്കാർ ചിരിക്കുന്ന രീതിയിലുള്ള ഒരു എമൗണ്ടാണ് അന്ന് ഇതിന് പാട്ടിന് വേണ്ടിയിട്ട് പറഞ്ഞത്. അങ്ങനെ ഈ പാട്ടൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ കാസറ്റിൻ്റെ ലെങ്ത്ത് തികയില്ല, ഒരു 60 മിനിറ്റെങ്കിലും വേണമല്ലോ. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ടാണ് നമുക്ക് ശ്രീകുട്ടനെ കൊണ്ട് വേറൊരു പാട്ടോട് പാടിച്ച് ഇതിനകത്ത് ചേർക്കാം, ഒരു കീർത്തനം പാടിക്കാമെന്നും പറഞ്ഞ് ഞാനും ഉസ്മാനും ഡെന്നിസും എല്ലാം കൂടെ ട്രിവാൻഡ്രത്ത് പോയി ഈ ശ്രീകുട്ടൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നിട്ട് ശ്രീകുട്ടന് വലിയ സന്തോഷം, ഒരു പാട്ടോട് പാടാമല്ലോ. അപ്പോൾ ശ്രീകുട്ടൻ MG ശ്രീകുമാറിൻ്റെ വീടിൻ്റെ പുറകിൽ ശ്രീകുട്ടൻ്റെ റൂമിൽ ഒരു ഡെക്കും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റപ്പുണ്ട്. അവിടെ വെച്ചാണ് ഈ പാട്ട് പാടുന്നത്, സ്വാമിനാഥ പരിപാലയ പാടിയിട്ട്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇത് പ്രിയൻ്റെ അടുക്കെ പറഞ്ഞ് നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കാം, ചിത്രം എന്ന് പറയുന്ന സിനിമയിൽ ചേർക്കാം. ലാലിനും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ശരിക്കും പടം പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ പാട്ട് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ വന്ന് കയറിയ ഒരു പാട്ടാണ് ഈ സ്വാമിനാഥ പരിപാലയ എന്ന് പറയുന്നത്. അത് ഈ പടത്തിൽ അവസാനം ഇയാളുടെ ട്രാജഡിയിലേക്ക് വരുമ്പോൾ ഇയാൾ മംഗളം പാടി ജീവിതം തീർക്കുന്നു എന്നുള്ള പാട്ടില്ല. അതുപോലും അർത്ഥം കൊണ്ട് ശരിയല്ല. കാരണം സ്വാമിനാഥയൊക്കെ കച്ചേരിയുടെ ആദ്യം പാടുന്ന, തുടക്കത്തിൽ പാടുന്നതല്ല, മംഗളസ്ഥാനത്ത് പാടുന്നതല്ല. പക്ഷേ ഇതങ്ങനെ വെച്ചു. അങ്ങനെയുള്ള ഐഡിയയിലൊക്കെയാണ് എനിക്ക് എതിർപ്പുണ്ടെന്ന് ഞാൻ പറയുന്നത്. അല്ല, ഈ നഗുമോമുവിൻ്റെ ചിത്രീകരണത്തിൽ മോഹൻലാൽ ഇങ്ങനെ അലസമായിട്ടൊരു തൂണും ചാരി പുറകോട്ട് കൈയും കെട്ടി ഇങ്ങനെ അങ്ങനെ അങ്ങ് തുടങ്ങുകയാണ്. ജീവിതം വെറുത്ത് വേറെ ഒരു മാർഗവുമില്ല. അത് കാരണമൊക്കെ പിന്നീട് അറിയാം. പക്ഷേ മറ്റേ സീനിലുണ്ടല്ലോ, ഭരതത്തിലെ സീനിൽ അത് ശരിക്കും കച്ചേരി നടത്താനിരിക്കുന്ന സീനാണ്. രീതിയിൽ തന്നെയാണ് കച്ചേരി നടത്താനിരിക്കുന്നു. ആ സമയത്ത് പുള്ളി കച്ചേരിയുടെ ഇതെല്ലാം ആ രീതിയിൽ അഭിനയിക്കണം. അതിന് പുറമെ ഇത്രയും ദുഃഖം ഉള്ളിൽ ഒതുക്കിയിട്ട് പുറത്ത് അറിയാതെ ചെയ്യണം. അതിൽ നിസ്സാര കാര്യം. ആ കീർത്തനം ഒരു 2 പേര് പാടാൻ പറ്റും. എനിക്ക് വലിയ ഓർമ്മയില്ല സാർ. ശ്രീവിനായകം എനിക്കത് ഓർമ്മ. പുള്ളി അതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചിരിക്കുന്ന കാര്യം ഈ നഗുമോ പാടുമ്പോഴാണെന്ന് തോന്നുന്നു. സാധാരണ എല്ലാവരും ഇങ്ങനെ താളം പിടിക്കും, നല്ല പൊത്തോ അടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ താളം മനസ്സിലാക്കിയിട്ട് പിടിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇതിൽ പുള്ളി പിടിച്ചിരിക്കുന്ന ചുരുക്കം ആൾക്കാരാണ് ഈ ഇടത്തുകൈകൊണ്ടൊക്കെ താളം പിടിക്കും. പാടി വരുമ്പോൾ ഇടത്തുകൈകൊണ്ടൊക്കെ താളം പിടിക്കുന്നുണ്ട്. ലാല ഇടത്തുകൈകൊണ്ട് ഇങ്ങനെ ഈ ആദ്യതാളം പിടിച്ചിട്ട് അടി വരുന്ന ഈ വലത്തുകൈയിൽ കൊടുത്തിട്ട് തിരിച്ചു വെച്ചിട്ട് ഇത് കറക്റ്റായിട്ട് താളം പിടിക്കുന്ന കാണിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് അങ്ങ് ലാലിൻ്റെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നമിച്ചു പോകുന്ന കാര്യങ്ങളാണ്. ബാക്കി ആരും തന്നെ അത്തരം പരിപാടികൾ ഇത്ര സൂക്ഷ്മാംശം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. സാധാരണ ആരും ഇടത് കൈ കൊണ്ട് ചെയ്യാറില്ല. പാടി വരുമ്പോൾ ചിലപ്പോൾ കൈയെടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇടത് കൈ കൊണ്ടൊരു ഇത് കൊടുക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. മുഴുവനല്ല, ഈ താളം മാറിപ്പോയിരിക്കും. ഇത് വായിക്കുന്നവർക്കൊക്കെ വേണമല്ലോ, വയലിനവർക്കൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഇടത് കൈ കൊണ്ട് അത് ഈ ആംഗ്യം എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ മൊത്തത്തിൽ ആ കാഴ്ചക്കാർക്ക് മോഹൻലാലിനെ പറ്റി ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് കൊടുക്കാൻ ഗായത്രി അശോകിന് സാധിച്ചിട്ടുണ്ട്. വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ അത് മറ്റാരും പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചു ആ രീതിയിലല്ല ഞാൻ പറയുന്നത്. ആരും കേൾക്കാത്ത ചില മോഹൻലാലിൻ്റെ ചില വ്യക്തിത്വത്തിൻ്റെ വശങ്ങൾ, അഭിനയത്തിൻ്റെ തിളക്കങ്ങൾ, ഇത് പുറത്തു കൊണ്ടുവരുന്ന ഒരു സംഭാഷണമായിരുന്നു കഴിഞ്ഞ കുറേ നേരമായിട്ട് എന്ന് ഞാൻ കരുതുന്നു. അതിന് പ്രത്യേകം നന്ദി. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.